അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ചിക്കൻ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കാൻ വേണ്ടി വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ചധികം ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. 2.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളായിരുന്നു. പിന്നെ അതേപോലെ ആ ഒരു സെയിം എമൗണ്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാവും. പക്ഷേ ഡൗ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരു 4 മണിക്കൂർ മിനിമം വെക്കണം. ചിലവർ 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ എടുക്കാറുണ്ട്, പക്ഷെ അത്രയും സോഫ്റ്റും പൊങ്ങത്തില്ല. അപ്പോൾ 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ട മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് മൈദയാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തത്. പിന്നെ ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് ആ 10 മിനിറ്റ് മാറ്റി വെച്ച് നമ്മുടെ ഈസ്റ്റിൻ്റെ ആ ഒരു സൊല്യൂഷൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പിന്നെ കുറച്ച് ഒലീവ് ഓയിലും ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഒലീവ് ഓയിൽ ചേർക്കണം. ആ ഒരു ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് മാവ്. അപ്പോൾ അത് നന്നായിട്ട് ഒലീവ് ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 മണിക്കൂർ വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ സൈസ് ഡബിൾ ചെയ്യുന്നത് കാണാം. നിങ്ങളുടെ ടൈം നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്യണം. എൻ്റെ ആ ഒരു പരത്തണ ഒരു വീഡിയോ എടുക്കാൻ കട്ട് ചെയ്ത് പോയി. സോ അത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണമില്ലാത്തതാണ് കാര്യം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം എൻ്റെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് നേരം മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ മറ്റേ ചിക്കനിൽ കുറച്ച് സോയാ സോസും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 1 അവർ മാറ്റി വെച്ചിട്ട് ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ അത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ കുറച്ചധികം മസാലയൊന്നും ഇട്ടില്ല. ജസ്റ്റ് സോയാ സോസും മുളക് പൊടി പെപ്പറൊക്കെ ഇട്ട് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ കഴിക്കുമ്പോൾ. അപ്പോൾ അത്രേ ഞാൻ ചെയ്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അങ്ങോട്ട് നിർത്തി. പിന്നെ ഇതിലേക്ക് ഞാനൊരു അതായത് ബേസിലേക്കുള്ള ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ട് ഞാൻ 2 ടൊമാറ്റോ വലിയ സൈസ് ടൊമാറ്റോ ആണ് എടുത്തത്. അത് ഞാൻ ഈ ഒരു സവാള നമുക്കിതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ ഒരു 4-5 ഗാർലിക്ക് കൊടുത്തായിരുന്നു അതിലേക്ക്. പിസ്സ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതെൻ്റെ ഹസ്ബൻഡാണ് ഈ സവാളയും ഗാർലിക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്തത് ഇത് എങ്ങനെ നിങ്ങൾക്ക് സവാള വളരെ കുഞ്ഞിതായിട്ടൊക്കെ അരിയാം എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. എനിക്കും ഇങ്ങനെ കുഞ്ഞിതായിട്ട് അരിയാൻ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ കണ്ടാണ് നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ട് നിങ്ങളും പഠിക്കുക. അപ്പോൾ മാവ് പൊങ്ങാനിരിക്കുന്ന 3 hours ഗ്യാപ്പിലാണ് ഞാൻ പിസ്സ സോസും ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് പിസ്സ സോസിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ പേസ്റ്റും ബാക്കി അരിഞ്ഞ് വെച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ എടുത്തു. നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒലീവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വാടട്ടെ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയാവും. അതിനായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് മറ്റേ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോസല്ല, നമ്മൾ അരച്ച് വെച്ച ആ ഒരു തക്കാളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കുറച്ച് ആവശ്യത്തിന് ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1.5 അല്ലെങ്കിൽ 2 അത്രയും ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് മാവ് സെറ്റായ മാവിലേക്ക് 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ പരത്തി, അതായത് പാനിൻ്റെ സൈസിൽ നമ്മൾ പരത്തി കൊടുക്കുക.
എന്നിട്ട് നമുക്കൊരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനതിൽ ഒരു അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്ത്, കുറച്ച് വൈഡായിട്ടുള്ളതാണ്, അത്യാവശ്യം വലിയൊരു പാനാണ് ഇത്. ആ ഒരു പാനിലേക്ക് ഞാൻ നമ്മുടെ പിസ്സ ബേസ് അങ്ങോട്ട് വെച്ചു. ബട്ടർ തൂവി കൊടുത്തത് അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫോർക്കും വെച്ച് ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ പിസ്സ നമ്മൾ ആ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ സോസ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കുറച്ചധികം ഇട്ട് കൊടുത്തോളൂ, പിശുക്ക് കാണിക്കണ്ട. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണ രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ലെയറായിട്ടായിരുന്നു ചീസ് ഇട്ട് കൊടുത്തത്. ഫസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ആ പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒന്ന് നല്ല എല്ലായിടത്തും ഇങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ആ അറ്റത്തേക്കൊക്കെ ഒന്നും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയോ മറ്റേ ഗാർണിഷ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് സവാള, അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സ് അല്ല, വെജീസ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല പിസ്സയിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിൽ എന്തോ ലീവ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ കുറച്ച് ഓറിഗാനോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ ചീസും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കുക. എൻ്റെ ആ മറ്റേ ഗ്ലാസ് ലിഡിന് ഒരു ഹോളുള്ളതുകൊണ്ട് ഞാൻ അവിടെ മൈദ വെച്ച് ഒട്ടിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഇതിങ്ങനെ മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് എടുത്ത് നോക്കി ഏകദേശം ആയിട്ടുണ്ടാവും. ഇപ്പം ഏകദേശം എൻ്റെ ആയിട്ടുണ്ടാവും. സ്മെല്ലൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പൊന്നോ, അടിപൊളിയായിരുന്നേ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.